പനീർ ബട്ടർ മസാലയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇത് അമൂലിൻ്റെ പനീർ പാക്കറ്റിൽ കിട്ടുന്നതാണ്. ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം നമ്മളിത് കറി ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പം ഞാനിനി ഇത് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാളയാണ്. അതൊന്ന് റഫായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കിനി സവാളയൊക്കെ വഴറ്റിയിട്ട് അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് എന്നിട്ട് സവാള വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് സവാള ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി ആ വലിയ കഷ്ണം മുഴുവനും ഞാൻ ചേർക്കുന്നില്ല. അതിൽ നിന്നൊരു ചെറിയ കഷ്ണം മാറ്റിയിട്ട് ബാക്കിയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കാം. കറിയുടെ ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ നട്ട് ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട് ചേർക്കുന്നുണ്ട്. ഒരു 15 എണ്ണം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. സാധാരണ ജീരകമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. മുളക് പൊടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിൽ കിടന്ന് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇത് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. നമ്മുടെ മസാല നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഈ മസാല ഈ ബട്ടറിലേക്ക് ഇടുന്ന നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പം നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം. ഗ്രേവിയിൽ വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. വെള്ളം നമ്മൾ ചേർക്കുന്നത് എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പനീർ കഷ്ണങ്ങൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പനീർ കഷ്ണങ്ങൾ വറുക്കാതെയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത് ചേർക്കണം എന്നാണെങ്കിൽ നമുക്കിത് വെള്ളത്തിൽ നിന്നും എടുത്തതിന് ശേഷം ഒരു പാനിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്.
പനീർ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് നമുക്ക് കയ്യിലിട്ടൊന്ന് തിരുമ്മി പൊടിയായിട്ട് ഇതിലേക്ക് ചേർക്കാം. കസൂരി മെത്തി കൂടി ചേർക്കുമ്പോഴാണ് പനീർ ബട്ടർ മസാലയ്ക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പനീർ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. പനീറിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിനും കൂടി വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു ഞാനിത് വെച്ചിട്ട്. നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പനീർ ബട്ടർ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവി ഭയങ്കര തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഗ്രേവി പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ക്രീമാണ് ചേർക്കുന്നത്. പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നാനിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കറിയാണ്.